മോനെ ഫുള്ള് സെറ്റ് ഇട്ടാ. അറബൻ ഫ്രീ റൈഡ് പോയി നടത്തുന്നുണ്ടാ. പാടുന്നില്ല. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് സ്പെഷ്യൽ മോഡിഫിക്കേഷൻ ആണ് ഇന്ന് നമ്മുടെ സൈക്കിളിൽ ചെയ്യാൻ പോണത് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തുടർക്കഥയായിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ സൈക്ലിസ്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. നമ്മളാണ് അവസാനത്തെ ആൾക്കാർ. പിന്നെ നമ്മൾ തൃശ്ശൂർ പോയിട്ട് അർബൻ ഫ്രീ റൈഡ് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടും കുറച്ച് നാളെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കുറച്ച് കണ്ടിട്ട് കുറേ നാളായി. കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതുകളായി. എല്ലാവരും പോയി കണ്ടു കഴിഞ്ഞു കേട്ടോ. നമ്മൾ മാത്രമേ ഇനി കാണാത്തുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സ്പെഷ്യൽ സംഭവം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും 30,000 അല്ല, വെറും 30 രൂപയുടെ മോഡിഫിക്കേഷനാണ് നടത്തുന്നത് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. സാധാരണ നമ്മൾ 50,000 രൂപയുടെ 60,000 രൂപയുടെ മോഡിഫിക്കേഷനാണ് സാധാരണ നടത്താറ്. ഓരോരുത്തരും സൈക്കിൾ ചെയ്യണത് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും വെറും 30 രൂപയുടെ മോഡിഫിക്കേഷൻ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇത് ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇത് ഒരു സംഭവം ലൈറ്റാണ് കേട്ടോ. അനിയനാണ് ഇത് എടുക്കണത്. ഈ സാധനം ഒന്ന് കാട്ടി കൊടുത്തടാ. ഇതാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. LED ലൈറ്റാണ്. കത്തിക്കാൻ എന്നിട്ടായിരുന്നു ഇത് ചെയ്താൽ പോരെ, ഇവിടെ ചെയ്താൽ പോരെ. ആ ഓക്കെ, ഇതാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. ഞാൻ കയ്യിൽ കാട്ടി കൊടുക്കുന്നത്. ഇതാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഒരു കമ്പി കഷ്ണം പോലെയാണ് കേട്ടോ. വളരെ വളരെ ഇതുകളായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള കമ്പിയാണ്. നിങ്ങളുടെ അവിടെ ഏതാ? 5 മീറ്റർ ഒക്കെ ഉണ്ടോ? എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല. ഇത് നമ്മുടെ ഇത് കണ്ട, നിങ്ങളുടെ ബാറ്ററി കമ്പാർട്ട്മെന്റ് കണ്ട, ഇതായാലും നമുക്ക് ഇതിന്റെ ഹബിന്റെ ഇവിടെയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. നമുക്ക് ഒട്ടിച്ച് വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യത്തിന് നീട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ചെറിയ കമ്പി പോലെയാണ്. നല്ല നീട്ടുണ്ടല്ലേ? അല്ലേ, അത്യാവശ്യത്തിന് നീട്ടുണ്ട്. ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചുറ്റാൻ പറ്റുന്ന നീട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്റെ ബനിയന്റെ അടിക്ക് കാട്ടി അപ്പൊ കൃത്യമായിട്ട് കാട്ടാം. ഒരു ഇത് ചുറ്റാനുള്ളതുണ്ട്. നമ്മുടെ പരിപാടി വളരെ എക്സ്ക്ലൂസീവ്. ആരും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ സ്പെഷ്യൽ ഐഡിയ അല്ലേ? ആരും ചെയ്തിട്ടില്ല. നമ്മൾ മാത്രം ഇത് നമ്മൾ കണ്ടുപിടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടാക്കിയത് നമ്മളാന്ന് പറയണ. അത് വേണ്ട, അത് അത്രയ്ക്ക് വേണ്ട. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണത് ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആദ്യം നമ്മുടെ ഇതിന്റെ അവിടേക്ക് ഇവിടേക്കൊന്ന് കണക്ട് ചെയ്യും. ഇവിടേക്ക് കണക്ട് ചെയ്യാം. വീഴില്ല. ഇവിടേക്ക് അത് ചുറ്റി വെക്കാൻ പറ്റില്ല. നമ്മുടെ കെട്ടുകമ്പി വെക്കില്ലേ, കെട്ടുകമ്പി പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെയും എടുത്ത് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. എൻ്റെ മോനെ, ഇവിടെ വലിയൊരു തറയുണ്ടായിരുന്നു കേട്ടോ. ആ തറ ഫുള്ള് അവര് വെടുപ്പാക്കി, ഫുള്ള് നിരപ്പാക്കി. ആ ഹൈറ്റ് കണ്ടോ, നമ്മുടെ ആ ഹൈറ്റ് അവിടെ വരെ ഉണ്ടായിരുന്ന സാധനം അത് ആ തറ കരിങ്കല്ല് എടുത്തെടുത്ത് ആ ലോറിയിലേക്ക് ചെയ്ത് ഇവിടേക്ക് നിരപ്പാക്കിയിട്ടാ. ഇതാണ് നമ്മുടെ മതിൽ വരുന്നത്. എൻ്റെ മോനെ സീനാണ്. JCB ഒരു രക്ഷയില്ല. JCB ചുമ്മാവേ സീൻ. അടിപൊളിയായിട്ടല്ലേ? അപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനമായിട്ട് ഓൾമോസ്റ്റ് ഫിനിഷായി. നമ്മുടെ ബൈക്ക് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മോനെ എന്താ ലുക്ക് നോക്കിയിട്ട് ആ 65 ഡിഗ്രി ഹെഡ് ആംഗിളൊക്കെ വരുമ്പോഴേ അടിപൊളി. ഇപ്പോൾ നോർമൽ ഒരു സൈക്കിളാണ്. പക്ഷേ ഇവൻ രാത്രി ആള് മാറൂട്ടോ. ആരെ വിളിച്ചത്? അമ്മ വിളിച്ചത്. രാത്രി ആള് മാറൂട്ടോ. ഫുള്ള് അടിപൊളിയാവും. എങ്ങനെ ഉണ്ടാവും രാത്രി? എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? ചിലപ്പോ അടിപൊളിയാവും, ചിലപ്പോ അടിപൊളിയാവില്ല. ചീറ്റി പോകാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മള് കെട്ടി വെച്ചത് ചിലപ്പോ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കെട്ടി വെച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് സെറ്റ് ആണ്. ഹമ്പൊക്കെ ചാടുമ്പോ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഹമ്പും കാര്യങ്ങളൊക്കെ പയ്യെ ചാടിക്കണം. നമ്മൾ ഓൾമോസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടത്തെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു വട്ടം കറക്കി നോക്കി, ലൈറ്റും കത്തുന്നുണ്ട്. ഓൾമോസ്റ്റ് സെറ്റാണ്.
ഇനി നമ്മളൊരു 7 മണി 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്യണം, അവിടെ ടച്ച് ചെയ്യണം. 8 മണി ആകുമ്പോഴാണ് നമ്മൾ രാത്രി ഇറങ്ങണത്. രാത്രി വൈബും കാര്യങ്ങളൊക്കെ തൃശ്ശൂരത്തെ കാട്ടിത്തരാം. നമ്മുടെ ലുക്ക് എങ്ങനെയാണ് നോക്കാം, ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട്. അപ്പോൾ 40 രൂപയുടെ 40 അല്ല 30 രൂപ 32 രൂപയുടെ മോഡിഫിക്കേഷൻ വർക്കാണോ അല്ലേന്ന് നോക്കി നോക്കാം കേട്ടോ. നമ്മൾ ക്രിസ്മസിന് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാറുണ്ട്. ഈ വട്ടം ഇങ്ങനെ ഒപ്പിക്കാന്ന് വിചാരിച്ചു. സോ രാത്രി കാണാം. സോ അങ്ങനെ ഫൈനലി നമ്മൾ രാത്രി എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 8:15. നമ്മൾ ഇട്ടിരിക്കുന്ന ട്രൗസർ നമ്മൾ ഡെക്കാത്രോണിൽ നിന്ന് വാങ്ങിയാലുള്ളൂ. ഈ ട്രൗസർ ഇവിടെ ഒരു റഗഡായിട്ടുള്ള നമ്മുടെ ഒരു സിബും കാര്യങ്ങളൊക്കെ വരുന്ന ഇതുണ്ട്. ഞാനൊരു ഷോർട്സ് ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യണത്, ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് കിടക്കാൻ പോകണേ. സ്വിച്ച് ഓൺ കർമ്മം എങ്ങനെ ഉണ്ടാവും? അനിയനാണ് വീഡിയോ എടുക്കണത്. എങ്ങനെ ഉണ്ടാവും? പ്രത്യേകിച്ചൊന്നുമില്ല, ലൈറ്റ് ഉള്ളതല്ലേ, മുമ്പ് ഓൺ ചെയ്തതല്ലേ, ഭംഗി ഉണ്ടാവില്ലേ? ഭംഗി ഉണ്ടാവും. അന്ന് ഓൺ ചെയ്തതല്ല, പക്ഷെ ഓൺ ചെയ്തതാണ്. അല്ല, ഇതുമ്മ വെച്ചിട്ട് ഓൺ ചെയ്തിട്ടില്ലല്ലോ. അത് ഞാൻ വെച്ചിട്ട് ഓൺ ചെയ്തിട്ടില്ല. സോ ഇതിന്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഒന്നാമത്തെ സ്വിച്ച്, രണ്ടാമത്തെ സ്വിച്ച് എങ്ങനെയുണ്ട്? ഇവിടെയുണ്ട്. ഇനി ബാക്കിലത്തെ ഓൺ ചെയ്ത് കാട്ടിത്തരാം. ബാക്കിലത്തെ സ്വിച്ച് ഒന്നിട്ടപ്പോൾ തന്നെ നൈസായിട്ടുണ്ട്. അത് കറങ്ങുമ്പോ കുറച്ചുകൂടി വൃത്തിയാവൂടാ. ആണോ? ഞാനിവിടെ പിള്ളേർക്കൊക്കെ കാട്ടി കൊടുത്തപ്പോ ഇത് 2 എണ്ണം കേട്ടോ. ദേ ഒന്ന് കാട്ടി കൊടുത്ത. സോ നമ്മൾ ഇന്ന് ചെറിയൊരു അറബൻ ഫ്രീ റൈഡ് കൂടി നടത്തുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാണല് പ്ലസ് ചെറിയൊരു അർബൻ ഫ്രീ റൈഡ് കൂടി നടത്താം. പരിപാടികൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പുത്തമ്പള്ളിയുടെ അവിടേക്ക് പോവാം. പുത്തമ്പള്ളിയുടെ അവിടേക്ക് പോവാം കേട്ടോ. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് സെറ്റ് ചെയ്യാം കഴിച്ച്. ഇപ്പൊ തന്നെ ആൾക്കാർ നോക്കി തുടങ്ങി കേട്ടോ. പോടാ സീൻ കഴിച്ച്. ആൾക്കാർ ഓരോരുത്തർ നോക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കണ്ണ് സൈക്കിളും വയ്ക്കാൻ പോകണം കേട്ടോ. വിയേഡായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നോക്കി നോക്കാം എത്ര പേര് ഇതിലേക്ക് നോക്കുന്നത്. നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് താഴെ പറയും. ഓ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വ്ളോഗറാണല്ലോ. എന്താ പറയടാ, നീ പറയടാ, എന്താ പറയടാ, ധൈര്യമില്ല നിനക്ക് പറയടാ, എന്താ പൊട്ടിക്കല്ലേ പുതിയ ക്യാമറ പൊട്ടിക്കല്ലേ. കൂട്ടുകാരന്മാർ ഓരോരുത്തർ ഇത് വേണ്ടി വന്നതാണ്. എടാ ജോഹി നീ ഫ്രണ്ടിൽ പൊക്കോടാ. എടാ നീ ഫ്രണ്ടിൽ പൊക്കോ, ഫ്രണ്ടിൽ പോ. അനിയനെ ഫ്രണ്ടിൽ വിടാം കേട്ടോ, അല്ലെങ്കിൽ അവൻ മിസ്സിങ് ആവും. നമുക്ക് ഇതിൽ കൂടെ ദൈവമേ ഇതാണ് ബിസിയസ്റ്റ് സ്ഥലമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ പുത്തമ്പള്ളി ഈ സൈഡ്. ഇതിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതിന് സ്പീഡിൽ ഓടിക്കണം, നല്ല രസം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂർ നമ്മുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലോ മറ്റേ കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ. നൈറ്റ് കാർണിവൽ. അടിപൊളി. ജോഹിനെ കാണാനില്ല, അനിയനെ കാണാനില്ല. കാർണിവൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഉണ്ട് കേട്ടോ അവിടെ. ഫുള്ള് മേലത്തെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ, ഫുള്ള് ഒരു റെഡ് വാം ലൈറ്റ് ഇട്ടിട്ട് നന്നായിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ട്രാഫിക്കാട്ടോ. ഇതിൻ്റെ ഇടയിൽ അനിയനെയും നോക്കണം. ഇത് ആനപ്പിണ്ടം കിടക്കണ്ടല്ലോ ഇവിടെ. ഗോവ ആനപ്പിണ്ടം. കമാൻഡറോ ഈ വഴി കട്ടിയാട്ടെ. ഈ വഴി ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ലൊക്കേഷൻ. അത് ഞാൻ കാട്ടിത്തരാം. നമ്മൾ മുന്നൊരു വട്ടം വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ അല്ലോ. ഇപ്പോൾ മുന്നൊരു വട്ടം വന്നിട്ടുള്ള ലൊക്കേഷൻ കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിക്കാൻ അടിപൊളിയാ. എടാ ജോഹൻ ഇടുവാ. സെക്യൂരിറ്റിക്കാരൻ വഴി കാട്ടിയെന്നു. ഇതുണ്ട് കേട്ടോ. ഇതാ മോനെ ക്ലീൻ സാധനം. എനിക്ക് തോന്നണതേ ഇത് പോയിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഇല്ലേ, ഇത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം കുറേ ആയിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട് കേട്ടോ. എടാ പിന്നെ ഇത് ഒരെണ്ണം കത്തണില്ല തോന്നുന്നു. എല്ലാം കത്തുണ്ട്. അത്
ഇല്ലേ എല്ലാം കത്തുണ്ട് തോന്നുന്നു അല്ലേ? എല്ലാം കത്തുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു ഷോട്ട് എടുത്തു തരാം കേട്ടോ, സെക്യൂരിറ്റിക്കാരൻ വരണേക്കാട്ട് മുന്നേ. എടാ അത് പിടിക്കും. ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് അതിൽ കൂടെ കറങ്ങിയിട്ട് അടിക്കാം. ആടാ ആ സ്ലിപ്പിംഗ് ആവുന്നില്ലേ? സ്ലിപ്പിംഗ് ആവുന്നുണ്ട് ശരിക്കും ആ സാധനം. സ്ലിപ്പിംഗ് ആവുന്നുണ്ട് കേട്ടോ നല്ലോണം. അടുത്ത ട്രിപ്പിന് മുന്നേ അതിൻ്റെ കാസറ്റ് മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നൈറ്റ് അർബൻ ഫ്രീ റൈഡ് കറങ്ങി നടക്കൽ എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ഇട്ടാ. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കാലത്ത് ഇഷ്ടം വൈകുന്നേരം ഇഷ്ടം? ഇപ്പൊ വന്നതാ കുറച്ചുകൂടി വൈബ് വൈകുന്നേരം തോന്നുന്നു. അവിടെ ചൂടും വെയിലുണ്ടല്ലേ? സെക്യൂരിറ്റിക്കാരെ നോക്കുന്നുണ്ട്. അതിനായിട്ട് മുന്നേ ഞാൻ ഇതിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ചാടിക്കാം. അത് നീ ഒന്ന് എടുക്ക്. ബാറ്ററി ചിലപ്പോ ഓടി പോകുന്ന ചാൻസ് ഉണ്ട്. ബാറ്ററി ഇത് പോവാനേ ചാൻസ് കൂടുതലാ. നോക്കി നോക്ക്. ഞാൻ അവിടെ നിന്ന് ചാടിക്കാം. ആ സെക്യൂരിറ്റിക്കാരെ നോക്കണേ കേട്ടോ, മുന്നേ ചെയ്തോളൂ. സീനാണ് വൈസ്. ഞാൻ 26-ാം തീയതി ട്രിപ്പ് പോവാന്ന് വിചാരിച്ചാട്ടാ. എന്തായാലും ഇതും കൊണ്ട് പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഭാഗ്യം ഇപ്പോൾ എടുത്ത് ഓടിക്കാൻ തോന്നിയതിട്ടാ. കാരണം ആ സാധനം ബാക്കിലത്തെ സാധനം എണീറ്റ് ഒന്ന് പവറിലിട്ട് ചവിട്ടുമ്പോൾ തെന്നി പോകേണ്ടത്. എനിക്ക് തോന്നണത് കാലപ്പഴക്കമായിട്ട് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കത് തോന്നണത്. കാരണം അങ്ങനെ തെന്നി പോവാറില്ല അങ്ങനെ പോകുന്ന സമയത്ത്. എന്താണാവോ ഇനി അതുകൊണ്ടും പോയി മാറ്റേണ്ടി വരുന്ന തോന്നണം എനിക്ക്. രാത്രി വൈബ് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടെ. രാത്രി വൈബ് ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് ഒന്ന് റൗണ്ട് അടിക്കണത് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമ്മുടെ ദേശവിളക്ക അങ്ങനെ എന്തോ പറയൂ കേട്ടോ. ഇവിടെ ആന 2 ആനയും ഒക്കെ ആയിട്ട് നേരത്തെ എഴുന്നള്ളിപ്പ് കണ്ടില്ലേ? 3 ആനയുണ്ട്. മോനെ 3 ആനയുണ്ട് കേട്ടോ. 3 ആനയും അല്ല 1 2 3 4 ആന. ദേശവിളക്കെന്ന് അങ്ങനെ എന്തോ പറഞ്ഞത്. വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയേ മോനെ സീൻ. വിളക്ക് ദേശവിളക്ക് ഓരോ ദേശത്തു നിന്നുള്ള ഇതാന്ന് തോന്നുന്നുണ്ട്. അത് ഫുള്ള് ദേശവിളക്ക് ആൾക്കാർ ഇതുകളൊക്കെ ആയിട്ട്. ഇത് നാടേ എന്തോ സാധനം പറയില്ലേ? കൊള്ള കഴിച്ച് അത് അടിപൊളിയായി കേട്ടോ. ഇവിടെ വേറെ എന്തോ ഒരു ഇത് പൊട്ടണുണ്ട്. എന്തോ ദേശവിളക്കാ. ദേശവിളക്ക് എന്ന് പറഞ്ഞിട്ട് എന്താടാ? എടാ പൂരല്ല ദേശവിളക്ക അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ദേശവിളക്ക് നിനക്കറിയോ? പറയണ്ടായി അങ്ങനെ എന്തോ സംഭവമാണ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ജമ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ജമ്പ് പോയി. എന്തായാലും ഈ സ്ലാബിൻ്റെ മേലെ കൂടെ പോണത് അത്ര സേഫ് അല്ല കേട്ടോ. കാരണം ഒന്നാമത് രാത്രിയാണ്, ഒന്നും കാണില്ല. ആ ഒരു പണി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം സ്ലാബിൻ്റെ മേലെ കൂടെ പോയാൽ പണിയാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എടാ ഇങ്ങോട്ട് വാ. പിടിച്ചാ ഇല്ല നല്ല വേണ്ടിതാ. പാടൊന്നുമില്ല. നിനക്ക് കുഴപ്പമില്ലല്ലോ? വേദന ഉണ്ടോ? കുഴപ്പമില്ലല്ലോ? ഞാൻ ഇത് ഊരി. നമ്മള് വരണ വഴിക്ക് മറ്റേ സംഭവം പറഞ്ഞു കേട്ടോ. നമ്മുടെ റൗണ്ട് അബൌട്ടിലുള്ള സർക്കിളല്ലേ മറ്റേ എന്താ പറയുന്നത്?
ഫ്ലൈവേ എന്താ ഹൈവേ അയ്യോ ഹൈവേ അല്ല കൂടാ NH ഹൈവേ മേലെ കൂടെ അല്ല സ്കൈവാക്ക് സ്കൈവാക്ക് സ്കൈവാക്കിന്റെ കാര്യം വിട്ടുപോയിട്ടോ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നൈസായിട്ടല്ലേ അത് ഫുള്ള് റൗണ്ട് അടിച്ച് മിന്നി കൊണ്ട് അല്ലേ ആടാ എല്ലായിടത്തും മിന്നല ഞാനും മിന്നല എല്ലാം മിന്നലാണ് കേട്ടോ എന്റെ മോനെ ഫുള്ള് സെറ്റ് ഇട്ടാ ബ്രോ ഓർമ്മയുണ്ടോ എന്റെ മോനെ ആള് ഇലക്ട്രിക് സൈക്കിളാ അന്ന് കണ്ടതല്ലേ നമ്മള് ഇലക്ട്രിക് സൈഡാക്കിയോ ഒന്ന് സൈഡാക്കോ സൈഡാക്ക് എന്റെ മോനെ ഫുള്ള് സെറ്റ് കളറ് നൈസ് നമ്മള് അന്ന് പരിചയപ്പെട്ടിട്ടായിരുന്നു നമ്മുടെ വീടിന്റെ അവിടേക്ക് വന്നിട്ട് പിടിച്ചാടാ വീടിന്റെ അവിടേക്ക് വന്നിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അന്നത്തെ വണ്ടി തന്നെയല്ലേ ആ സെയിം വണ്ടി തന്നെ സെയിം വണ്ടിയില് ബാക്കിൽ ട്രീ വെച്ച് പിന്നെ പുൽക്കൂടുണ്ട് അവിടെ എന്റെ മോനെ പുൽക്കൂട് ഇതിപ്പോ സ്പീക്കറാ സീൻ കോപ്പിറൈറ്റ് പൊളിച്ച് ക്രിസ്മസ് വൈബുകൾ അതെന്തായാലും അടിപൊളിയായിട്ടോ നമ്മുടെ പ്രാന്തൊക്കെ ചെറുതിട്ടോ അത് വലിയ പ്രാന്താണ് ഞാൻ മോനെ പുൽക്കൂടടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുൽക്കൂടടക്കം ഒന്ന് ആലോചിച്ച് നോക്ക് പൊളിച്ച് ഇവിടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നൈസാക്കിയിട്ടുണ്ട് കേട്ടോ ട്രീ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പറയാ എങ്ങനെയുണ്ട് സാധനം രാത്രിയിലത്തെ റൈഡ് കേട്ടോ ചെറിയൊരു ആക്സിഡന്റും കഴിഞ്ഞുള്ളൂ എടാ നിനക്ക് കുഴപ്പമുണ്ടോ ഇടിച്ചത് ഞാൻ ഈ ചെസ്റ്റ് വന്ന് ക്യാമറ ഊരാൻ നിൽക്കായിരുന്നു കേട്ടോ അനിയൻ്റെ അവിടെ പോയിട്ട് ബാക്കിൽ പോയിട്ട് ചെറിയൊരു ഇടിയും കഴിഞ്ഞിട്ടാണ് നിൽക്കണത് കുഴപ്പമില്ലല്ലോ എല്ലാം കൂടി എക്സൈറ്റ്മെന്റ് ആയപ്പോഴേ ശ്രദ്ധിച്ചില്ല ബ്രേക്ക് പിടിച്ചു പക്ഷെ ഹാൻഡിൽ ചെറുതായിട്ടും തട്ടി അവൻ്റെ ബാക്കിൽ പുറത്ത് സൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അനിയൻ്റെ ഹോൺ ബാഗിൻ്റെ ആ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ജ്യൂസ് കുടിക്കാൻ വന്നതാ ഇവൻ പുറത്തിറങ്ങിയ പിന്നെ എന്നെ മുതലാക്കിയിട്ട് വെള്ളം കുടിക്കാം പച്ചവെള്ളം ഉണ്ട് മുതലാക്കിയിട്ടാ വീടുള്ളൂ കേട്ടോ എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ നോക്കിയാ കേട്ടെ അപ്പോൾ ഞങ്ങളിതേ ഞാനൊരു ഫ്രഷ് ലൈം ഓർഡർ ചെയ്തു അനിയൻ വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്തു എങ്ങനെയുണ്ട് ഇത് 50 രൂപയുള്ളൂ ഞാനൊരു ദിവസം വില ഞാൻ ചോദിച്ചു കേട്ടോ എല്ലായിടത്തും പോയപ്പോൾ വില ചോദിക്കും ചെറിയ ഇതാണെങ്കിലും ഞാനൊരു ദിവസം എറണാകുളത്ത് പോയിട്ട് വില്യംസാൻഡൊപ്പം പോയത് അതാണോ വില്യംസാൻഡൊപ്പം പോയിട്ട് 110 രൂപ അങ്ങോട്ട് ഒരു ഗ്ലാസ് ഇതിനിട്ടാ വാട്ടർമെലൺ ജ്യൂസിന് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ 110 രൂപ വാട്ടർമെലനാകെ 50 രൂപ കണ്ടുള്ളൂ ഇത് 50 രൂപ കുഴപ്പമില്ല ഇതും അതിനാണ് കുറവുണ്ടാവുള്ളൂ കേട്ടോ സോ ആദ്യമായിട്ടാണ് പുറത്ത് വന്നിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം വേറെ പരിപാടിയൊന്നുമില്ലല്ലോ സോ സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ കിടിലൻ വീഡിയോസ് അർബൻ ഫ്രീ റൈഡ് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ചെറുതായിട്ട് എൻജോയ് ചെയ്തു അല്ലേ നിന്റെ അവിടെ വന്ന് ഇടിച്ചതാ ഞാൻ പറഞ്ഞത് ഹാൻഡിൽ വന്നിട്ട് ഇടിച്ചത് അവന്റെ വിചാരം അവിടെ നിന്ന് എന്തോ പീസ് പൊട്ടിപ്പോയി പേടിച്ചൊരു പരിവായി അതൊന്നുമില്ല ഞാൻ അവനോട് ഫ്രണ്ടിൽ നിർത്താൻ പറഞ്ഞു അപ്പൊ ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തണേക്കാട്ടും പിന്നെ ഞാൻ അവിടെ എത്തി ഞാൻ ഈ ദൂരം നിൽക്കായിരുന്നു ശ്രദ്ധിച്ചില്ല അശ്രദ്ധ കാരണം പറ്റിയതാണ് ഹാൻഡിൽ ബാർ ഇത് ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് മുട്ടി അത്രേ ഉള്ളൂ അവൻ ആദ്യമായിട്ട് ഇങ്ങനെ മുട്ടലും തട്ടലൊക്കെ പറ്റണത് അതുകൊണ്ട് വലിയ ഇതായിട്ട് തോന്നിയില്ലേ പൊട്ടിപ്പോയെന്ന് എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ് സേഫ് ആയിട്ടിരിക്കുക സേഫ് ആയിട്ട് റൈഡ് ചെയ്യുക അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണാം ബൈ